LDFന് CPMന് സംഭവിച്ച വീഴ്ചകളിൽ പ്രധാനം CPMന്റെ കോർ വാല്യൂ. കേരള രാഷ്ട്രീയത്തിൽ CPMന്റെ പ്രസക്തി, അവരുടെ ബ്രാൻഡ് വാല്യൂ എന്ന് പറയുന്നത് RSSനെതിരെയുള്ള പോരാട്ടമാണ്. BJPയുടെ വർഗീയ രാഷ്ട്രീയത്തോട് മുഖാമുഖം നിന്ന് പോരാടാൻ കെൽപ്പുള്ള പാർട്ടി, ഏതര ഉള്ളടക്കം ഉള്ളത് CPMനും LDFനുമാണ്. RSSന്റെ വർഗീയ രാഷ്ട്രീയത്തെ ചെറുത്തു തോൽപ്പിക്കുന്നു. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെപ്പറ്റി, LDFനെ പറ്റി മതേതര സമൂഹത്തിൻ്റെയും ന്യൂനപക്ഷ സമൂഹങ്ങളുടെയും ഒരു ഇമേജ് തകർക്കാൻ വേണ്ടിയാണ് ജമാഅത്തെ ഇസ്ലാമിയും മീഡിയ വണ്ണും സീദാവൂദും ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും നിരന്തരമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഒരു നറേഷൻ, ഈ ഒരു വ്യാഖ്യാനം വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ടു. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം വെള്ളാപ്പള്ളി നടേശനാണ്. മൻഹോളിൽ കുടുങ്ങിപ്പോയ ഒരു തൊഴിലാളിയെ രക്ഷിച്ച ഓട്ടോറിക്ഷ ഡ്രൈവർ നൗഷാദിനെ അധിക്ഷേപിച്ച വെള്ളാപ്പള്ളി നടേശൻ നാട് നീളെ വർഗീയ പ്രചരണം നടത്തി. അന്ന് VS അച്യുതാനന്ദൻ, പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ, KPCC പ്രസിഡന്റ് VM സുധീരൻ, കേരള രാഷ്ട്രീയം പൊതുവായി വെള്ളാപ്പള്ളി നടേശനെതിരെ രംഗത്ത് വന്നു. BJPയുടെ കൂട്ടിക്കൊടുപ്പുകാരനാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് അന്ന് കേരളം തിരിച്ചറിഞ്ഞു. എപ്പോഴാണ് വെള്ളാപ്പള്ളി നടേശൻ LDFന്റെ സ്തുതിപാഠകനായത്? മൈക്രോ ഫിനാൻസ് കേസുകൾ വന്ന് തന്നെ അകത്തിടും എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ആയുധങ്ങളും താഴെ വെച്ച് പിണറായി വിജയൻ്റെ വാഴ്ത്തുപാട്ടുകാരനായത്. കേരളം ഭരിക്കുന്ന LDF സർക്കാർ തന്നെ അകത്തിടാൻ പാടില്ല. കേന്ദ്രം ഭരിക്കുന്ന BJPയുടെയും നരേന്ദ്രമോദിയുടെയും എല്ലാ ആനുകൂല്യങ്ങളും വേണം. ഏതാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ മകൻ തുഷാർ UAEയിൽ കേസിൽ കുടുങ്ങി. അദ്ദേഹത്തെ രക്ഷിച്ചത് യൂസുഫ് അലിയായിരുന്നു. യൂസുഫ് അലിയോടും ഈ സമൂഹത്തോടും തുഷാർ വെള്ളാപ്പള്ളി എങ്ങനെയാണ് നന്ദി കാണിച്ചത്? തിരിച്ചെത്തിയ സമയം കേരളത്തിൽ CAA NRC വിരുദ്ധ പ്രക്ഷോഭം നടക്കുകയാണ്. തുഷാർ വെള്ളാപ്പള്ളി അന്ന് പറഞ്ഞ ഒരു പ്രഖ്യാപനം ഇതാണ്: ആരും NRC CAA വിരുദ്ധ റാലികളിൽ പങ്കെടുക്കരുത്. അത്രയും നന്ദിയുള്ള ആളാണ് തുഷാറും വെള്ളാപ്പള്ളിയും. ആ വർഗീയ മാലിന്യത്തെ, വർഗീയ വിഷസർപ്പത്തെ തോളിലേറ്റി നടന്ന പിണറായി വിജയൻ അതിൻ്റെ തിക്തഫലം അനുഭവിച്ചു. പ്രസ്താവന കൊണ്ട് തിരുത്തേണ്ടതായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയും മീഡിയ വണ്ണും പ്രചരിപ്പിക്കുന്ന ആഖ്യാനങ്ങൾക്ക് രൂപം നൽകാൻ മുഖ്യമന്ത്രിയുടെ കാറിൽ വെള്ളാപ്പള്ളി നടേശനെ ആനയിക്കുന്നതോടുകൂടി രാഷ്ട്രീയ വ്യാഖ്യാനത്തിന് ഒരു ദൃശ്യത പകരാൻ ആ സമ്പർക്കം കൊണ്ട് സാധിച്ചു. ഇടതുവശത്ത് വെള്ളാപ്പള്ളി നടേശൻ, ഇടതുവശത്ത് സുകുമാരൻ നായർ. പിണറായി 3 എന്ന സ്വപ്നം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പോടുകൂടി തകർന്നിരിക്കുന്നു. ന്യൂനപക്ഷ പ്രീണനം എന്ന വലതുപക്ഷത്തിൻ്റെയും BJPയുടെയും ടാഗ് ലൈൻ ഭയന്നുകൊണ്ട് വെള്ളാപ്പള്ളിയോട് സ്വീകരിച്ച മൃദു സമീപനത്തിൻ്റെ തിക്തഫലമാണ് മലബാറിലെ ഇലക്ഷൻ റിസൾട്ട്. പൗരത്വ പ്രക്ഷോഭകാലത്ത് ഘട്ടങ്ങളിലൊക്കെ സംരക്ഷകനായി ന്യൂനപക്ഷങ്ങൾ ആരും പുറത്തു പോകേണ്ടി വരില്ല എന്ന ഉറപ്പ് നൽകാൻ പിണറായി വിജയന് സാധിച്ചിരുന്നു. പള്ളുരുത്തിയിലെ സ്കൂൾ വിദ്യാർത്ഥിനിയെ ഹിജാബ് ധരിച്ചതിൻ്റെ പേരിൽ പുറത്താക്കിയപ്പോൾ ആ കുഞ്ഞിനെയും രക്ഷിതാവിനെയും ചേർത്ത് പിടിച്ച ആളാണ് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി. അദ്ദേഹം ഹിജാബ് ധരിച്ച കുട്ടിയോടൊപ്പമുള്ള ഫോട്ടോ ഷെയർ ചെയ്തപ്പോൾ അതിന് വലിയ രീതിയിലുള്ള കയ്യടി കിട്ടി. വർഗീയ മാലിന്യങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് മതേതര കേരളം സൃഷ്ടിക്കാൻ സാധിക്കില്ല എന്ന വലിയ പാഠമാണ് ഈ ഇലക്ഷൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇടതുപക്ഷത്തിനും നൽകിയത്.